ഓക്കെ. അപ്പം നമ്മുടെ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൂടെയാണ് നമുക്ക് ബാലൻസ് ഉള്ളത്. ഹാർഡ് ഫേസിങ്ങും സർഫേസിങ്ങും അതുപോലെ തന്നെ മെറ്റൽ ബിൽഡപ്പും പോസ്റ്റ് ഹീറ്റിങ്, പ്രീ ഹീറ്റിങ്ങും, ഇന്റർപാസ് ടെമ്പറേച്ചർ, ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ഒരു മൊഡ്യൂളാണത്. ഓക്കെ. അപ്പൊ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ആണ് ആ ഒരു മൊഡ്യൂളിന്റെ പേര്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ്? ഡാഷ് ഹാർഡ് ഫേസിംഗ് ഡസ് നോട്ട് പ്രൊവൈഡ്സ് ദ റെസിസ്റ്റൻസ് ടു. അപ്പൊ ഡാഷ് എന്നുള്ളത് ഒഴിവാക്കുക, അത് എഡിറ്റ്സിൽ വന്നിട്ടുള്ള പ്രശ്നമാണ്. ഹാർഡ് ഫേസിംഗ് മുതലാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. വായിച്ചു നോക്കുക. ഹാർഡ് ഫേസിംഗ് ഡസ് നോട്ട് പ്രൊവൈഡ് ദ റെസിസ്റ്റൻസ് ടു. അതായത് എന്താ പറയുന്നത്? ഹാർഡ് ഫേസിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാർഡ് ഫേസിംഗ് സർഫേസിംഗ് എന്ന് പറയുന്നത് ഡസ് നോട്ട് പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു. അതായത് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തിനുള്ള റെസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യാത്തത്? ഒന്നാമത്തെ ഓപ്ഷൻ കൊറോഷൻ. ഓപ്ഷൻ എ കൊറോഷൻ, ഓപ്ഷൻ ബി അബ്രാഷൻ, ഓപ്ഷൻ സി കണ്ടക്ടിവിറ്റി, ഓപ്ഷൻ ഡി ഹീറ്റ്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? ഹാർഡ് ഫേസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് നമുക്കറിയാം. ഹാർഡ് ഫേസിംഗ് ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ അറിയാം. അപ്പൊ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എന്തിനുള്ള പ്രതിരോധം നമ്മൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. ഓപ്ഷൻ എ കൊറോഷൻ, ഓപ്ഷൻ ബി അബ്രാഷൻ, ഓപ്ഷൻ സി കണ്ടക്ടിവിറ്റി, ഓപ്ഷൻ ഡി ഹീറ്റ്. കണ്ടക്ടിവിറ്റി അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി കണ്ടക്ടിവിറ്റി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് മറ്റെന്തെങ്കിലും ആൻസർ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഹാർഡ് ഫേസിംഗ് ഡസ് നോട്ട് പ്രൊവൈഡ്സ് ദ റെസിസ്റ്റൻസ് ടു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻ എ കൊറോഷൻ, ഓപ്ഷൻ ബി ഓപ്ഷൻ ഏതാണ് പറഞ്ഞത്? ഡി ആണോ ബി ആണോ? ഓപ്ഷൻ ബി അബ്രാഷൻ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്ന് പറയുന്നു. ഓപ്ഷൻ സി കണ്ടക്ടിവിറ്റി ഉണ്ട്. ഓപ്ഷൻ ഡി ഹീറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാർഡ് ഫേസിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഹാർഡ് ഫേസിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഹാർഡ് ഫേസിംഗ് അഥവാ ആ ഒരു മെറ്റൽ ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ചില മെറ്റൽസിന്റെ കാലാവധിയൊക്കെ ഈ പറഞ്ഞ പോലെ കുറെ കാലം ഉപയോഗിച്ച ശേഷം അതിന്റെ തേയ്മാനങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഓക്കെ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ ഉപയോഗം കുറച്ച് നാളുകൂടെ നമുക്ക് ലൈഫ് കൂട്ടി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ സർഫസിൽ ആ സോഫ്റ്റ് ആയിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ വെൽഡ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ ലെയറുകൾ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ആ ലെയർ ഡെപ്പോസിറ്റുകൾ എന്ത് ചെയ്യും? ഈ സോഫ്റ്റ് ആയ അല്ലെങ്കിൽ തേയ്മാനം സംഭവിച്ച ആ ഒരു കോമ്പണന്റിന് അല്ലെ ആ ഒരു പാർട്ടിന്റെ ലൈഫിനെ കുറെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ ശക്തി കുറെ കാലം കൂടെ എന്ത് ചെയ്യും? കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതുവഴി നമുക്ക് ഈ ഒരു കോമ്പണന്റിനെ വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മൾ എന്താ പറയാ, ഈ പറഞ്ഞ JCB അല്ലെങ്കിൽ ചില തരത്തിലുള്ള എർത്ത് മൂവിങ് ഒബ്ജക്റ്റുകളുടെയും അതുപോലെ തന്നെ ടൂളുകളുടെയൊക്കെ ഈ പറഞ്ഞ ബക്കറ്റുകൾ ആ ഒരു ഫ്രണ്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ വെൽഡ് ചെയ്തിട്ട് ചില ലെയേഴ്സ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ ലെയേഴ്സിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു പാർട്ടിനെ കുറെ കൂടെ റീഇൻഫോഴ്സ് ചെയ്യുക, അതായത് ശക്തിപ്പെടുത്തുക, കൂടുതൽ ലൈഫ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ഒന്ന് ശക്തിപ്പെടുത്തുന്നു. അപ്പൊ ഇതാണ് എന്ത് നമ്മളുടെ ആ ഒരു ഹാർഡ് ഫേസിങ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഹാർഡ് ഫേസിങ് ഡസ് നോട്ട് പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു എന്താണ്? ഓപ്ഷൻ ഏതാണ് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ആദ്യം ഒരാൾ പറഞ്ഞിരുന്നു ഓപ്ഷൻ സി കണ്ടക്ടിവിറ്റി, ഫസ്റ്റിൽ ഒരാൾ ആൻസർ പറഞ്ഞിരുന്നു, അത് ശരിയാണ്. ഓപ്ഷൻ ബി അബ്രാഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ചോദിച്ചിരിക്കുന്നത് നമ്മൾക്ക് എന്തിനുള്ള പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് തരാത്തതെന്നാണ്. നമുക്ക് കൊറോഷനോടുള്ള റെസിസ്റ്റൻസ് ഹാർഡ് ഫേസിംഗ് മിസ്റ്റേക്ക് ആയിപ്പോയത് അല്ലേ? അതെ, അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമ്പോഴും ആ ഒരു വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ബബിൾ ചെയ്യാനാണ്. വൺസ് ചെയ്താൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഡസ് നോട്ട് പ്രൊവൈഡ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആലോചിച്ചോണം, അതിൽ റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. മെജോറിറ്റിയും ശരിയായിരിക്കും. അപ്പം കൊറോഷനും അബ്രാഷനും ഹീറ്റിനെയും ഓക്കെ, അതുപോലെ തന്നെ ഈ 3 കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹാർഡ് ഫേസിങ് കൊടുക്കുന്നതിലൂടെ നമുക്ക് പ്രതിരോധം കിട്ടുന്നുണ്ട്. അതായത് തുരുമ്പിക്കാനുള്ള ചാൻസ് കുറയും, ഈ പറഞ്ഞ തേയ്മാനത്തിനുള്ള സാധ്യത കുറയും, അതുപോലെ ചൂട് കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് കുറയും. അപ്പൊ ഇതെല്ലാം പ്രതിരോധിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടുന്നത്. നേരെ മറിച്ച് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ ആവാം, തെർമൽ ആവാം. അതിനെപ്പറ്റി നമുക്ക് ഹാർഡ് ഫേസിംഗിൽ യാതൊന്നും പറയുന്നില്ല. ഹാർഡ് ഫേസിംഗിൽ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്? ടഫ്നെസ്, ഹാർഡ്നെസ്, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ, ഇതിനൊക്കെയാണ് ഒരു ഇമ്പാക്ട് ഹാർഡ് ഫേസിംഗ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പം
അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഹാർഡ് ഫേസിങ് പ്രതിരോധം നൽകുന്നത്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യം ഹാർഡ് ഫേസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, അപ്പൊ അതാ ഓപ്ഷൻ സി ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്? ഫെറസ് അലോയ് ഗ്രൂപ്പ് കംപ്രൈസസ് ഓഫ് അയൺ അലോയ്ഡ് വിത്ത് ഓപ്ഷൻ എ നിക്കൽ, ഓപ്ഷൻ ബി ക്രോമിയം, ഓപ്ഷൻ സി ബോറോൺ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഹാർഡ് ഫേസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അലോയ്സ് ഉണ്ട്. വിവിധങ്ങളായിട്ടുള്ള അലോയികളുടെ ഇലക്ട്രോഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അലോയി അല്ലാത്ത ടൈപ്പ് ഫെറസ് അലോയി, നോൺ ഫെറസ്, അങ്ങനെ പല ടൈപ്പ് അലോയികളും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പം അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകളെ നിർമ്മിച്ചിരിക്കുന്നത് ഏതെല്ലാം മെറ്റലുകളുടെ കോമ്പോസിഷൻ ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റൽ കോമ്പോസിഷൻ ആണ് അതിൽ വന്നിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഹാർഡ് ഫേസിങ് അലോയ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫെറസ് അലോയ് ഗ്രൂപ്പ് കംപ്രൈസസ് ഓഫ് അയൺ അലോയ്ഡ് വിത്ത് നിക്കൽ, ക്രോമിയം, ബൊറോൺ. ഓപ്ഷൻ ഡി വരുന്നു ഓൾ ഓഫ് ദി അബോവ്. അപ്പൊ ഏത് ലോഹവുമായിട്ടാണ് ഈ ഒരു അയണിന്റെ അലോയ് ചെയ്ത് ഫെറസ് അലോയ് ഗ്രൂപ്പ് ഹാർഡ് ഫേസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ നിക്കൽ, ഓപ്ഷൻ ബി ഓൾ ഓഫ് ദി അബോവ്, ഓപ്ഷൻ ഡി. ഓക്കെ, ഫസ്റ്റ് ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. കൃത്യമായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് തന്നെ ആൻസർ പറയുക. സിംഗിൾ ആൻസേഴ്സും വരാം, ഓക്കെ, അല്ലെങ്കിൽ മൾട്ടി ആൻസേഴ്സും വരാം. അപ്പം കൃത്യമായിട്ട് അയൺ അലോയ്ഡ് വിത്ത് എന്ന് എടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ അലോയ് ചെയ്തിരിക്കുന്ന എലമെന്റുകൾ പലതും ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. സി ആണോ? സി ബൊറോൺ പറയുന്നുണ്ടല്ലേ? ബൊറോൺ ഒരു വെറൈറ്റി ആൻസർ ആണ്. അപ്പം ഡിയും കുഴപ്പമില്ല, അല്ല ഡൗട്ട്സ് വരുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നെങ്കിൽ നമുക്ക് എക്സാം ഹാളിൽ ഒരിക്കലും നിങ്ങളുടെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല. ഇവിടെ വെച്ച് നിങ്ങൾക്ക് തെറ്റുവോ ഒക്കെ ചെയ്തോട്ടെ, പ്രശ്നമില്ല. എല്ലാവരും ആൻസർ പറയുക. എക്സാമിന് നിങ്ങളുടെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അപ്പം ഇവിടെ വെച്ച് നിങ്ങൾ തെറ്റിച്ചോ, ആൻസർ പറഞ്ഞാലേ ആ ഒരു തെറ്റ് വരുമോ എന്ന് അറിയത്തുള്ളൂ. അപ്പൊ പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു തെറ്റ് വരുമോ ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ എക്സാമിന് ചിലപ്പോൾ പോയിട്ട് തെറ്റ് ചെയ്യും. അതുകൊണ്ട് മാക്സിമം മോക്ക് ടെസ്റ്റുകളിലും ഡിസ്കഷനിലും ഒക്കെ എന്ത് ചെയ്യാം, അറിയാമൊക്കെ വിളിച്ച് പറയാം. അപ്പൊ ചിലപ്പോൾ നമുക്ക് ചില കൺഫ്യൂഷൻ കാണും. അപ്പൊ അതൊക്കെ ക്ലിയർ ആയി കിട്ടും. അതുകൊണ്ട് എല്ലാവരും പറ്റുന്ന താല്പര്യമുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ആൻസർ പറയാൻ തന്നെ ശ്രമിക്കുക. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. തെറ്റുന്നതനുസരിച്ച് നമ്മൾ ഷാർപ്പായിക്കൊണ്ടിരിക്കും. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫെറസ് അലോയ് ഗ്രൂപ്പുകളിൽ അയണിന്റെ കൂടെ അലോയ് ചെയ്തിരിക്കുന്ന ഹാർഡ് ഫേസിങ് അലോയിങ് എലമെന്റുകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നിക്കൽ ഉണ്ട്, ഓപ്ഷൻ ബി ക്രോമിയം തന്നിട്ടുണ്ട്, ഓപ്ഷൻ സി ബോറോൺ ഉണ്ട്, ഓപ്ഷൻ ഡി ഇവയെല്ലാം അഥവാ ഓൾ ഓഫ് ദി എബോവ്. ആൻസർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പം നിക്കലും ക്രോമിയം ബോറോണും അല്ലാതെ 1-2 എലമെന്റുകളൂടെ ഈ പറയുന്ന ഫെറസ് അലോയ് ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാൻ അവസരം തരാം. മാംഗനീസ് ഒരെണ്ണം കിട്ടി, ഒരെണ്ണം ഒരാൾ പറഞ്ഞു. വെരി ഗുഡ്. അപ്പം ചെറിയ ഓർമ്മയുണ്ട്. ഇനിയുണ്ട് എലമെന്റ്സ്. ടങ്സ്റ്റൺ വരില്ല. വനേഡിയം വരുമോ? വേറെ അപ്പം നിക്കല്, ബോറോൺ, ക്രോമിയം കൂടാതെ വരുന്നതെന്ന് വെച്ചാൽ സിലിക്കൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മോളിബ്ഡിനവും കൂടെ വരുന്നു. ജസ്റ്റ് ചോദിക്കുന്നതിനുള്ള വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അത്യാവശ്യം വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്, കാണാൻ പഠിച്ചിരിക്കണമെന്നൊന്നുമില്ല. കോമൺ ആയിട്ട് വരുന്നതും വരാത്തതുണ്ട്. ഇപ്പൊ മോൾഡിനൊക്കെ എല്ലായിടത്തും വരുന്നതാണ്. ഓക്കെ, ക്രോമിയം റിപ്പീറ്റ് വരുന്നുണ്ട്. ടങ്സ്റ്റൺ ഒക്കെ ഈ നോൺ ഫെറസ് അലോയുടെ കൂടെയാണ് വരുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഡയമണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് ഈസ് നെയിം ബിക്കോസ് ഇറ്റ് ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഡയമണ്ട്. അപ്പൊ ഡയമണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പിന് ആ ഒരു പേര് കിട്ടിയിരിക്കുന്നത് ഡയമണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ്. ഓപ്ഷൻ എ ഹാർഡ്നെസ്. അപ്പം ഡയമണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പിന് ആ ഒരു പേര് ലഭിക്കാനായിട്ട് ഡയമണ്ടിന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള എന്താണ് ആ ഒരു ഹാർഡ് ഫേസിങ് അലോയ് ഗ്രൂപ്പിന്റെ കൂട്ടത്തിലുള്ള
എലമെന്റുകൾക്ക് അല്ലെ ആ മെറ്റലുകൾക്ക് ഉള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഡയമണ്ടിന്റെ എന്തോ ഒരു പ്രോപ്പർട്ടിയാണ് അവയ്ക്ക് റിസംബ്ലൻസ്, സിമിലാരിറ്റി അല്ലെങ്കിൽ സാദൃശ്യമുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഡയമണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് എന്ന് പേരിട്ടതിനെ വിളിക്കുന്നത്. അപ്പൊ ഹാർഡ് ഫേസിംഗ് അലോയിൽ 3 ഗ്രൂപ്പുകളുണ്ട്. ഫെറസ് അലോയ് ഗ്രൂപ്പ് ഉണ്ട്, നോൺ ഫെറസ് അലോയ് ഗ്രൂപ്പ് ഉണ്ട്, ഡയമണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഇവിടെ മൂന്നാമത്തത് ഡയമണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പിന്റെ പേര് വന്നിരിക്കുന്നത് എന്തിന്റെ ബേസിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഹാർഡ്നസ്, ഓപ്ഷൻ ബി സോഫ്റ്റ്നസ്, ഓപ്ഷൻ സി ഡയമണ്ടിന്റെ ഫിനിഷ്, ഓപ്ഷൻ ഡി ഡയമണ്ടിന്റെ ടഫ്നെസ്. അപ്പോൾ നമുക്ക് ഒരാൾ ആൻസർ പറഞ്ഞിരിക്കുന്നത് ഹാർഡ്നെസ് ആണ്. ഡയമണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഡയമണ്ട് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹാർഡ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ്. അത്രയും ഹാർഡ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഡയമണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇപ്പം ഹാർഡ് ഫേസിങ് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത്രയും ഹാർഡായിരിക്കും അല്ലെ. അപ്പൊ ആ ഹാർഡ്നെസ് പറയുന്നത് തന്നെ ആയിരിക്കാം എന്ത് ഇവിടുത്തെ ആ ഒരു ഡയമണ്ട് എന്ന് പറയുന്ന ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹാർഡ്നെസ്സിനെ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്ഷൻ എ ആണ് എന്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ആർക്കെങ്കിലും ആൻസർ കിട്ടിയില്ല, ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യുക. ഓപ്ഷൻ എ ഹാർഡ്നെസ് ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. ക്രോമിയം ആൻഡ് ടങ്സ്റ്റൺ കാർബൈഡ് ഇലക്ട്രോഡ്സ് ആർ യൂസ്ഡ് ഫോർ ഡാഷ് അബ്രാഷൻ റെസിസ്റ്റൻസ്. എല്ലാവരും ശ്രദ്ധിച്ച് സമാധാനമായിട്ട് ആൻസർ പറഞ്ഞാൽ ധൃതി വെക്കണ്ട. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി ഒന്ന് മനസ്സിൽ ആലോചിച്ച ശേഷം പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു സമയം കിട്ടുവാണെങ്കിൽ ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തെറ്റാതെ കുറച്ചുകൂടെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണേ. ഓരോ ക്വസ്റ്റ്യനും പറയുമ്പോൾ അതിനകത്തുള്ള എന്തെങ്കിലും ഒരു കീ പോയിന്റ് നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കുക. അപ്പൊ ആൻസർ കിട്ടാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പൊ ക്രോമിയം ആൻഡ് ടങ്സ്റ്റൺ കാർബൈഡ് ഇലക്ട്രോഡ്സ് ആർ യൂസ്ഡ് ഫോർ ഡാഷ് അബ്രാഷൻ റെസിസ്റ്റൻസ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് നോർമൽ അബ്രാഷൻ റെസിസ്റ്റൻസ്, ഓപ്ഷൻ ബി മോഡറേറ്റ് അബ്രാഷൻ റെസിസ്റ്റൻസ്, ഓപ്ഷൻ സി സിവിയർ റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി ലൈറ്റർ അബ്രാഷൻ റെസിസ്റ്റൻസ്. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ. ക്രോമിയവും ടങ്സ്റ്റൺ കാർബൈഡിന്റെയും ഇലക്ട്രോഡുകളെ യൂസ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള അബ്രാഷനെ, തേയ്മാനത്തിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടാണ്? ഓപ്ഷൻ സി ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ ബി മോഡറേറ്റ് ഉണ്ട്, ഓപ്ഷൻ ഡി ലൈറ്റർ ഉണ്ട്, ഓപ്ഷൻ എ നോർമൽ ഉണ്ട്. പറയാം, ബാക്കിയുള്ളവർ കൂടെ ആൻസർ പറയാം കേട്ടോ. ആൻസർ അറിയാമെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ വരുന്നത് ആൻസർ എ നോർമൽ ഉണ്ട്, ബി മോഡറേറ്റ് ഉണ്ട്, സി സിവിയർ ഉണ്ട്, ഡി ലൈറ്റർ ഉണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ക്രോമിയവും ടങ്സ്റ്റൺ കാർബൈഡും ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുന്നത് സീവിയർ ആയിട്ടുള്ള അബ്രാഷനെ റെസിസ്റ്റ് ചെയ്യാനാണ് അല്ലെ. വളരെ സീവിയർ ആയിട്ടുള്ള അബ്രാഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ സീവിയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽസിനെയോ അല്ലെങ്കിൽ അവയുടെ ഭാഗങ്ങളെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കൂടുതൽ ഈ പറയുന്ന അബ്രാഷൻ സംഭവിക്കുക. അബ്രാഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഈ ഉരസൽ കൊണ്ടുണ്ടാവുന്ന ആ ഒരു ഫ്രിക്ഷനെയാണ് നമ്മൾ അബ്രാഷൻ എന്ന് പറയുന്നത്. അപ്പൊ അബ്രാഷൻ അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ തേഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ അബ്രാഷനെ നമുക്ക് പരമാവധി പ്രതിരോധിക്കണം. അപ്പൊ ആ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ക്രോമിയത്തിന്റെയും ടങ്സ്റ്റൺ കാർബൈഡിന്റെയും ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യാം. അപ്പം അത് സീവിയർ ആയിട്ടുള്ള അബ്രാഷൻ റെസിസ്റ്റൻസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം ക്രോമിയവും ടങ്സ്റ്റൺ കാർബൈഡും എന്ന് പറയുന്നത് എന്താണ്, വളരെ ഈ പറഞ്ഞ പോലെ കട്ടിയുള്ള ആ ഒരു വെള്ളി ഡെപ്പോസിറ്റ് ആണ് നമുക്ക് ഹാർഡ് ഫേസിങ് ചെയ്യുന്നതിലൂടെ നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ പ്രതികൂലമായിട്ടുള്ള അബ്രാഷൻ റെസിസ്റ്റൻസിനെ, വളരെ സീവിയർ ആയിട്ടുള്ള അബ്രാഷൻ റെസിസ്റ്റൻസിനെ എന്ത് ചെയ്യാൻ പറ്റും, തടയാനായിട്ട് പറ്റും. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡാഷ് കാർബൺ ടൈപ്പ് electrodes are used for moderate abrasion and impact resistance. അപ്പം ചോദ്യം എന്താണ്? ഡാഷ് കാർബൺ ടൈപ്പ് electrodes are used for moderate abrasion and impact resistance. മോഡറേറ്റ് ആയിട്ടുള്ള അബ്രാഷൻ ആൻഡ് ഇമ്പാക്ട് റെസിസ്റ്റൻസിന് ഡാഷ് കാർബൺ ടൈപ്പ് ഇലക്ട്രോഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ മീഡിയം, ഓപ്ഷൻ ബി മൈൽഡ്, ഓപ്ഷൻ സി ലോ,
ഓപ്ഷൻ ഡി ഹൈ. അപ്പം ഏത് തരത്തിലുള്ള കാർബൺ ടൈപ്പ് ഇലക്ട്രോഡുകളാണ് മോഡറേറ്റ് അബ്രാഷൻ റെസിസ്റ്റൻസിനും ഇമ്പാക്ട് റെസിസ്റ്റൻസിനും ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഹൈ ആണോ? ഓപ്ഷൻ സി ലോ ആണോ? അതോ ഓപ്ഷൻ എ മീഡിയം, ഓപ്ഷൻ ബി മൈൽഡ്? ഓപ്ഷൻ സിയും ഓപ്ഷൻ ബി ഒന്ന് തന്നെയാണ്. തെറ്റിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ വേണ്ടി കൊടുക്കുന്നതാണത്. മൈൽഡും ലോയും ഒന്ന് തന്നെയാണ്. പിന്നെ കൺഫ്യൂഷൻ വരേണ്ടത് മീഡിയം ആണോ ഹൈ ആണോ എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ ഡി ഒരാൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കും ആൻസർ പറയാനില്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ കാർബൺ ടൈപ്പ് ഇലക്ട്രോഡുകൾ. ഓപ്ഷൻ ഡി ഹൈ കാർബൺ ടൈപ്പ് ഇലക്ട്രോഡുകളാണ് ഒരു മോഡറേറ്റ് അല്ലെ ഒരു മിതമായിട്ടുള്ള അബ്രാഷനെയും ഇമ്പാക്റ്റിനെയും റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഹൈ കാർബൺ ടൈപ്പ് ഇലക്ട്രോഡ് ഉപയോഗിച്ചുകൊണ്ട് ഹാർഡ് ബേസിങ് ചെയ്താൽ മതി. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് അറേഞ്ച്മെന്റ് പൊസിഷൻ ഫോർ ഹാർഡ് ഫേസിങ് ഈസ്, അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതാണ് അറേഞ്ച്മെന്റ് പൊസിഷൻ ഫോർ ഹാർഡ് ഫേസിങ്. അപ്പൊ ഹാർഡ് ഫേസിങ് ചെയ്യുമ്പോഴത്തേക്കുള്ള അറേഞ്ച്മെന്റിലെ പറ്റിയ പൊസിഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ വെർട്ടിക്കൽ, ഓപ്ഷൻ ബി ഓവർഹെഡ്, ഓപ്ഷൻ സി ഫ്ലാറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അപ്പം ഹാർഡ് ഫേസിങ്ങിന് അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ വെർട്ടിക്കൽ, ഓപ്ഷൻ ബി ഓവർഹെഡ്, ഓപ്ഷൻ സി ഫ്ലാറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അപ്പൊ ഈ പറഞ്ഞത് ഏത് പൊസിഷനാണ് ഹാർഡ് ഫേസിങ് ചെയ്യുമ്പോൾ ഏറ്റവും ഉചിതമായ പൊസിഷൻ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അറേഞ്ച്മെന്റിൽ ഏത് പൊസിഷനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ഫ്ലാറ്റ് തന്നെയാണ് വീണ്ടും പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. അറേഞ്ച്മെന്റ് പൊസിഷൻ ഫോർ ഹാർഡ് ഫേസിങ് ഈസ്. അപ്പൊ ഹാർഡ് ഫേസിങ്ങിന്റെ അറേഞ്ച്മെന്റ് പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അത് നമ്മുടെ ഫ്ലാറ്റ് പൊസിഷൻ ആണ്, അല്ലെ. ഫ്ലാറ്റ് പൊസിഷൻ വെച്ച് നമുക്ക് ഹാർഡ് ഫേസിങ് ചെയ്യാനായിട്ട് നന്നായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഫ്ലാറ്റ് പൊസിഷൻ ചെയ്യാൻ പറ്റും. ഹാർഡ് ഫേസിങ് ആണ് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഹാർഡ് ഫേസിങ് വിത്ത് MMA പ്രോസസ് ഇൻക്ലൂഡ്സ് പ്രീഹീറ്റിംഗ് അബൌട്ട് ഡാഷ് ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ എ 50 to 150 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 200 to 205 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 60 to 100 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 95 to 150 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ഡി ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ചോദ്യം ഇതാണ്, ഹാർഡ് ഫേസിങ് MMA പ്രോസസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹാർഡ് ഫേസിങ് ചെയ്യുന്ന സമയത്ത് പ്രീഹീറ്റ് ചെയ്യും. ആ പ്രീഹീറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി വരെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെ ആ റേഞ്ച് എത്രയാണെന്ന് ചോദിക്കും. ഓപ്ഷൻ എ 50 to 150, ഓപ്ഷൻ ബി 200 205, ഓപ്ഷൻ സി 60 100, ഓപ്ഷൻ ഡി 95 to 150. അപ്പൊ ഓപ്ഷൻ ഡി ഒരാൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആൻസർ ചെക്ക് ചെയ്യാം. അതെ, ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ആൻസർ വെരി ഗുഡ്. പഠിക്കുന്നതുകൊണ്ടാണ് അത് പറയാൻ പറ്റിയത്. അപ്പം ഓപ്ഷൻ ഡി 95 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ പ്രീഹീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, MMA പ്രോസസ്സിൽ ഒരു ഹാർഡ് ഫേസിങ് എപ്പോഴും ചെയ്യുന്നത്. എങ്കിൽ മാത്രമായിരിക്കും അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ബേസ് മെറ്റൽ ഡൈല്യൂഷൻ ഈസ് പ്രിവെന്റഡ് ബൈ മെയിൻറ്റെയിനിങ്, അല്ലെ. ബേസ് മെറ്റൽ ഡൈല്യൂഷൻ എന്ന് പറയുന്നത് ഹാർഡ് ഫേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്, അല്ലെ ഏത് തരത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ആ ഒരു ബേസ് മെറ്റൽ ഡൈല്യൂഷൻ ഉണ്ടാവാതെ നമ്മൾ ഹാർഡ് ഫേസിങ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലോ കറന്റ് ആൻഡ് മീഡിയം ആർക്ക്, ഓപ്ഷൻ ബി ഹൈ കറന്റ് ആൻഡ് ഷോർട്ട് ആർക്ക്, ഓപ്ഷൻ സി മീഡിയം കറന്റ് ആൻഡ് ഷോർട്ട് ആർക്ക്, ഓപ്ഷൻ ഡി ലോ കറന്റ് ആൻഡ് ഷോർട്ട് ആർക്ക്. ആലോചിച്ച് നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. അപ്പം ആൻസർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആരും പറയുന്നില്ല. അപ്പൊ ബേസ് മെറ്റൽ ഡൈല്യൂഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്നാണ് നമ്മളോട് പറയുന്നത് ശരിക്കും. അതായത് നമ്മളോട് ആ ഒരു തിയറിയിൽ പറയുന്നതാണ് അവോയ്ഡ് ഹൈ കറണ്ട് ആൻഡ് ഷോർട്ട് ആർക്ക്. അപ്പൊ ഹൈ കറണ്ടും ഷോർട്ട് ആർക്കും എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഷോർട്ട് ആർക്ക് പൊതുവെ നല്ലതല്ല. ഓക്കെ, അപ്പൊ ഹൈ കറണ്ട്, ഷോർട്ട് ആർക്ക്, മീഡിയം കറണ്ട്, ലോ കറണ്ട് ആൻഡ് ഷോർട്ട് ആർക്ക് എല്ലാം നമുക്ക് ആ ഒരു കാറ്റഗറി പെടുത്താം. ലോ കറണ്ടും അതുപോലെ തന്നെ മീഡിയം ആർക്കുമാണെന്നത് നമുക്ക് ഹാർഡ് ഫേസിങ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ കറണ്ട് കുറച്ച് വെക്കുക, ആർക്കിനെ മീഡിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ
നമുക്ക് ഹാർഡ് ഫേസിംഗും ഉണ്ട് ഈ പറയുന്ന, അതായത് ഡൈലൂഷൻ വെച്ച് എന്താണ്, നമ്മളൊരു മെറ്റലിന്റെ പുറത്ത് ഹാർഡ് ഫേസിങ് ചെയ്യുമ്പോൾ ആ മെറ്റല് സർഫസിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ഓൾറെഡി അവിടുത്തെ ബേസ് മെറ്റൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യരുത്, ഉരുകിയോടെ ലിക്വിഡായി അങ്ങ് മാറാൻ പാടില്ല. അപ്പൊ അതിന് കറണ്ട് കുറച്ച് വെക്കുക, ആർക്ക് ഷോർട്ട് ആർക്കിന് പകരം എന്ത് ചെയ്യുക, ഒരു മീഡിയം ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഇത് രണ്ടും കൂടെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസ് മെറ്റലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഹാർഡ് ഫേസിങ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഓപ്ഷൻ എ ആണ് 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ, ആർക്ക് ഡെപ്പോസിറ്റ് ലെങ്ത് ഇൻ MMA ഹാർഡ് ഫേസിംഗ് നോർമലി ബി 45 മുതൽ 50 mm വരെ, 20 മുതൽ 30 mm, 25 മുതൽ 50 mm, 10 മുതൽ 20 mm വരെ. ആർക്ക് ഡെപ്പോസിറ്റ് ലെങ്ത് ഇൻ MMA ഹാർഡ് ഫേസിംഗ് നോർമലി ബി എത്രയാണ്? ഓപ്ഷൻ സി ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ, കിട്ടുണ്ടോ? 9ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ ഒരാൾ പറഞ്ഞത്. അതായത് MMA ഹാർഡ് ഫേസിങ്, MMA വെൽഡിങ് ഉപയോഗിച്ചുകൊണ്ട് ഹാർഡ് ഫേസിങ് ചെയ്യുമ്പോൾ ആർക്ക് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ വെൽഡ് ഒരു റണ്ണ് ചെയ്യുമ്പോൾ ആ റണ്ണിന് എത്ര ദൂരം വരെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഇതിലുള്ള വാല്യൂ ആണ്, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 45-50, ഓപ്ഷൻ ബി 20-30, ഓപ്ഷൻ സി 25-50 മുതൽ, ഓപ്ഷൻ ഡി 10 to 20 mm വരെ. അപ്പം ആൻസർ വേറെ ആരും പറയുന്നില്ല, ഓപ്ഷൻ സി ആണ് ആകെ വന്നൊരു ആൻസർ. കറക്റ്റ് ആണ് ആൻസർ. ഹാർഡ് ഫേസിങ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി MMA എത്ര വരെ ലെങ്ത് ഡെപ്പോസിറ്റ് ചെയ്യാം, 25 മുതൽ 50 mm വരെ വെൽറ്റ് ഡെപ്പോസിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇതിനകത്ത് വലിയ കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. ആ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ഫേസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ചിലപ്പോൾ ടെക്സ്റ്റിൽ നിന്നൊക്കെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് അതുപോലെ ഇടും. നമുക്ക് വാല്യൂ ഒന്നും അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഒരു മാർക്ക് അങ്ങ് പോയി കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റിലുള്ള വളരെ കുഞ്ഞ് വാല്യൂസ് ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ വളരെ, എന്ന് വെച്ചാൽ അത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണമെന്നില്ല, പക്ഷെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ആ വാല്യൂ കണ്ടാൽ പെട്ടെന്ന് ഓർമ്മ വരണം. കാണാതെ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ആ ഒരു വാല്യൂ ഒന്ന് പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വാല്യൂ അവിടെ ഉണ്ടെന്നുള്ളതൊന്ന് മനസ്സിൽ കിടന്നാൽ മാത്രം മതി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിടും. കാരണം ഇപ്പം മിക്കവാറും ഈ പറഞ്ഞ പോലെ IT വർക്ക് ചെയ്യുന്നവരും അല്ലെ ആ ഒരു രീതിയിലുള്ള ആളുകളായിരിക്കും ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പൊ അവരൊക്കെ ഇടുന്ന സമയത്ത് പരമാവധി എന്ത് ചെയ്യാം, ചിലപ്പോൾ ആ ഒരു നമ്മൾ നേരത്തെ എക്സാമിലൊക്കെ കണ്ടിട്ടുണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് എടുത്ത് അതുപോലെ ഇടും. അപ്പൊ നമ്മൾ വലിയ ക്വസ്റ്റ്യൻസിന്റെ പുറകെ പോയിട്ട് സിമ്പിൾ ക്വസ്റ്റ്യനുകൾ തെറ്റിക്കുന്ന ഒരു പ്രവണത വരില്ല. അപ്പം ഇതുപോലത്തെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് വലിയ ഈ പറഞ്ഞ പോലെ മൈനസും കാര്യങ്ങളും കുറെ അടിച്ചു വരുന്നത്. അതുപോലെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പാടില്ല. എപ്പോഴും ഈ വാല്യൂസ് ഇപ്പൊ 25-50 എന്നുള്ളത് 20-30 എന്നുള്ളത് തെറ്റാൻ ചാൻസ് കൂടുതല, 45-50 തെറ്റാം അല്ലെ. അപ്പം എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഏകദേശം ആ ഒരു നമ്മുടെ റേഞ്ച് മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്, 25 മുതൽ 50 mm വരെ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, it is never advisable to make more than dash layers because such a mass of metal may crack in service or during deposition. Option A 2, option B 4, option C 5, option D 3. ഓപ്ഷൻ ഡി ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ, ഹാർഡ് ഫേസിങ് ചെയ്യുമ്പോൾ മെറ്റല് ക്രാക്ക് വീഴാതിരിക്കാൻ, അതായത് വർക്കിംഗ് സമയത്ത് ആ ഹാർഡ് ഫേസിങ് ചെയ്ത ശേഷം ആ ഒരു വെൽഡ് ചെയ്ത ആ ഒരു കോമ്പണന്റിനെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ അവിടെ ക്രാക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നം, ഡിഫക്റ്റ് വരാതിരിക്കാനായിട്ട് നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഹാർഡ് ഫേസിങ്ങിൽ എത്ര ലെയർ മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാൻ അനുവദിക്കാറുള്ളൂ എന്നാണ് ചോദ്യം. അതിന്റെ ഓപ്ഷൻസ് ഓപ്ഷൻ 2, ഓപ്ഷൻ B 4, ഓപ്ഷൻ C 5, ഓപ്ഷൻ D 3. 10ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഹാർഡ് ഫേസിങ്ങിൽ എത്ര ലെയർ നമുക്ക് ചെയ്യുന്നത് വരെയാണ് സേഫ്, അതിൽ കൂടാൻ പാടില്ലെന്ന് പറയും. കാരണം കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ക്രാക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം സർവീസിൽ അല്ലെങ്കിൽ ഡെപ്പോസിഷൻ സമയത്തൊക്കെ. അതിന്റെ ലിമിറ്റേഷൻ ഓഫ് ലെയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, എത്ര ലെയർ വെൽഡ് ചെയ്യാം. അപ്പം ആൻസർ ചെക്ക് ചെയ്യാം നമുക്ക്. അതെ, കറക്റ്റ് ആണ് ആൻസർ. ഓപ്ഷൻ D 3
അപ്പോൾ ഓപ്ഷൻ ഡി 3 എന്ന് പറയുന്ന ആൻസർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. 3 ലെയറിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? ഓവറായിട്ട് അവിടെ ഹീറ്റിന്റെ പ്രസൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഹീറ്റിന്റെ പ്രസൻസ് വന്നാൽ എന്ത് പറ്റും? അവിടെ ക്രാക്ക് വരാം അല്ലെ? സർവീസിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഓവർ ഹീറ്റ് ഉള്ള സ്ഥലത്ത് ഹാർഡ്നെസ് കൂടിയിട്ട് അതുവഴി എന്ത് ചെയ്യാൻ പിന്നീട് അവിടുത്തെ ടഫ്നെസ് കുറഞ്ഞ് അത് ക്രാക്കിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യും? പരമാവധി 3 ലെയറിൽ കൂടുതൽ വെൽഡ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യില്ല. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Dash structure on carbon steel are suitable for welding. Option A ferrite, option B martensite, option C austenite, option D none of the above. കാർബൺ സ്റ്റീലിലെ താഴെ പറയുന്ന സ്ട്രക്ചറുകളിൽ വെൽഡിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഒരാൾ പറയുന്നുണ്ട്. ഓപ്ഷൻ സി ഓപ്ഷനായിട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ്? കാർബൺ സ്റ്റീലുകളുടെ സ്ട്രക്ചർ അല്ലെ ഘടനയിൽ വെൽഡിങ്ങിന് അനുയോജ്യമല്ലാത്ത ഘടന ഏതാണ്? അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ സി ഓസ്റ്റനൈറ്റ് ആണ്. ഫെറൈറ്റും മാഗ്നസൈറ്റും നമുക്ക് ഒരിക്കലും അനുയോജ്യമല്ല. അനുയോജ്യമായത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. ഓസ്റ്റനൈറ്റ് ആണ് അനുയോജ്യമായത്. അനുയോജ്യമല്ലാത്തത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അനുയോജ്യമല്ല. കാരണം ആ രണ്ട് സ്ട്രക്ചർ നമുക്ക് വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് വെൽഡബിലിറ്റി കുറവാണ്. വെൽഡബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോഹത്തിനെ നമുക്ക് വെൽഡ് ചെയ്തെടുക്കാനുള്ള എളുപ്പം അല്ലെങ്കിൽ ഡിഫക്റ്റ് ഇല്ലാതെ വെൽഡ് ചെയ്ത് കിട്ടാനുള്ള കഴിവിനെയാണ് നമ്മൾ എബിലിറ്റി എന്ന് പറയും അല്ലെ? വെൽഡബിലിറ്റി എന്ന് പറഞ്ഞാൽ വെൽഡ് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയും. അപ്പൊ അത്തരത്തിൽ ആ ഒരു ലോഹത്തിനുള്ള കഴിവാണെന്ത്? ഡിഫക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് വെൽഡ് ചെയ്ത് കിട്ടാനുള്ള. ചില ലോഹങ്ങൾ വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്രശ്നം വെൽഡിങ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്താണ്? കംപ്ലീറ്റ് ഡിഫക്റ്റുകളായിരിക്കും അല്ലെ? അപ്പൊ ആ ഡിഫക്റ്റ് ഇല്ലാതെ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റുന്ന കാർബൺ സ്റ്റീലിന്റെ സ്ട്രക്ചറുകളിൽ പെടുന്നതാണ് ഇത് ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് വെൽഡബിലിറ്റി ഉള്ളതെന്ന് പറയുന്നത്. ഫെറൈറ്റും മാഗ്നസൈറ്റും വെൽഡബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫുള്ള് ഡിഫക്റ്റ് ഉള്ള വെൽഡായിരിക്കും കിട്ടുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ഓപ്ഷനൈറ്റ് ആയിരുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ. പർപ്പസ് ഓഫ് പ്രീഹീറ്റിംഗ് ഓഫ് ദ കാസ്റ്റ് അയൺ ജോബ് ഈസ് ടു റെഡ്യൂസ് ഡാഷ് ഡ്യൂ ടു ഡിസ്റ്റോർഷൻ. ഓപ്ഷൻ എ അണ്ടർകട്ട്, ഓപ്ഷൻ ബി ക്രാക്കിംഗ്, ഓപ്ഷൻ സി കോൾഡ് ലാബ്, ഓപ്ഷൻ ഡി പോർട്രോസിറ്റി. അപ്പം പ്രീഹീറ്റിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ത് ഒഴിവാക്കാനാണ്? അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ കൊണ്ടുണ്ടാകുന്ന എന്തിനെ ഒഴിവാക്കാനാണ് നമ്മൾ കാസ്റ്റ് അയണിന്റെ വർക്കുകൾ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ കൊണ്ട് ചെയ്ത വെൽഡുകളെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നത്? നമ്മളുടെ ഡിസ്റ്റോർഷൻ കൊണ്ടുണ്ടാകുന്ന എന്ത് പ്രശ്നത്തിനെ ഒഴിവാക്കാനാണ്? ഓപ്ഷൻ ബി ക്രാക്കിംഗ് ഒരാൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ 12ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ബി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ആരും ഒരു ആൻസറും പറയുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പഠിച്ചോളുക. ഓക്കെ, അപ്പം 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാസ്റ്റ് ആൻഡ് ജോബുകളെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പ്രീഹീറ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡിസ്റ്റോർഷൻ വെച്ചെന്നാണ് വളവും ഈ പറഞ്ഞ പോലെ മടക്കുകളും ബെൻഡിങ്ങും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡിസ്റ്റോർഷൻ. അതായത് ഷേപ്പ് മാറിപ്പോവല്ലേ, ഡിസ്റ്റോർട്ട് ആയി പോവാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ വെൽഡിൽ ക്രാക്ക് ഉണ്ടാവും. അപ്പൊ ആ ക്രാക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ പ്രീഹീറ്റ് ചെയ്തുകൊണ്ട് വെൽഡ് ചെയ്യും. അപ്പൊ അത് കാസ്റ്റ് ആൻഡ് ജോബ് ചെയ്യുന്നത് ഡിസ്റ്റോർഷൻ മൂലമുള്ള ക്രാക്കിങ്ങിനെ ഒഴിവാക്കാനാണ്. അണ്ടർകട്ടോ പൊറോസിറ്റി കോൾഡ് ലാബ് ഒന്നും അവിടെ എന്തല്ല ഡിസ്റ്റോർഷൻ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളല്ല. ഓക്കെ, അതൊക്കെ മറ്റു കാരണങ്ങൾ കൊണ്ടുവരുന്ന പ്രശ്നമാണ്. ഡിസ്റ്റോർഷൻ വന്നാൽ പ്രധാനമായിട്ടും വരുന്നത് ക്രാക്കിംഗ് ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. മിനിമം പ്രീഹീറ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ. മിനിമം പ്രീഹീറ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ. പ്രീഹീറ്റ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രീഹീറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ മിനിമം പ്രീഹീറ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിനിമം പ്രീഹീറ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് ഓഫ് മെറ്റൽ, തിക്നെസ് ഓഫ് പ്ലേറ്റ്, റേറ്റ് ഓഫ് ഹീറ്റ് ഇൻപുട്ട്, ഡി ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ മിനിമം പ്രീഹീറ്റ് ടെമ്പറേച്ചർ എത്ര വേണമെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും പ്രീഹീറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ടൈപ്പ് ഓഫ് മെറ്റൽ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ തിക്നെസ് ഓഫ് പ്ലേറ്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ റേറ്റ് ഓഫ് ഹീറ്റ് ഇൻപുട്ട് ആണ്. ഡി ഓപ്ഷൻ വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്.
Sir, option A. ഓപ്ഷൻ എ ടൈപ്പ് ഓഫ് മെറ്റൽ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എല്ലാവർക്കും അത് തന്നെയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. അപ്പം മിനിമം പ്രീഹീറ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്? ഓപ്ഷൻ എ ടൈപ്പ് ഓഫ് മെറ്റൽ, ഓപ്ഷൻ ബി തിക്നെസ് ഓഫ് പ്ലേറ്റ്, ഓപ്ഷൻ സി റേറ്റ് ഓഫ് ഹീറ്റ് ഇൻപുട്ട്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ അല്ലെ. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. വന്നിട്ടുള്ളവർ എന്ത് ചെയ്യുക, ആ ഒരു ഏരിയ ഒന്നും കൂടെ വായിച്ചു നോക്കിയതിന് ആൻസർ അവർക്ക് കിട്ടും. 13ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രീഹീറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു മെറ്റലിനെ ഹീറ്റ് ചെയ്ത് വെൽഡ് ചെയ്യുന്നത്, വെൽഡിങ് സമയത്തെ ഹീറ്റിന് മുന്നേ നമ്മളൊന്ന് ആദ്യം ഹീറ്റ് ചെയ്ത ശേഷം വെൽഡ് ചെയ്യുന്നത്, അതാണ് പ്രീഹീറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് പ്രീഹീറ്റിന്റെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതായത് 100 ഡിഗ്രി, 200 ഡിഗ്രി, 300 ഡിഗ്രി, എത്ര ഡിഗ്രി വേണം എന്നുള്ളത് സെലക്ട് ചെയ്യണം ആദ്യം. ആ ചൂടിലേക്ക് എത്തിക്കണം അതിന്. അപ്പൊ ഇത് എത്ര ഡിഗ്രി ചൂടാക്കണം എന്നുള്ളത് തീരുമാനിക്കുമ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം ആയത് ഏത് ലോഹമാണ് അല്ലെ ഏത് മെറ്റലാന്നുള്ളത് കൺസിഡർ ചെയ്യണം. 2, ആ ഒരു പ്ലേറ്റിന്റെ തിക്നെസ് അല്ലെ. അപ്പൊ ആ ഒരു പ്ലേറ്റിന് എത്ര കനമുണ്ടെന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ സി എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഹീറ്റ് ഇൻപുട്ട് അല്ലെ. എത്ര റേറ്റിലാണ് ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുന്നത്, അതായത് ഡിഗ്രി സെൽഷ്യസ് പെർ അവർ ആണ് റേറ്റ് ഓഫ് ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എത്ര കൊടുക്കണം? അപ്പൊ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത്, ഇതൊന്നും അല്ലാത്ത കുറച്ച് ഫാക്ടേഴ്സ് കൂടെ കണക്കിലെടുത്ത് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മിനിമം എത്ര പ്രീ ഹീറ്റ് ടെമ്പറേച്ചർ ഒരു മെറ്റല് വെൽഡ് ചെയ്യുമ്പോൾ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം ഇതെല്ലാം ചേർന്ന് വരുന്നതുകൊണ്ട് ഓൾ ഓഫ് ദ എബോവ് ആണ് എന്റെ ആൻസർ വരുന്നത്. ടൈപ്പ് ഓഫ് മെറ്റൽ, തിക്നെസ് ഓഫ് പ്ലേറ്റ്, റേറ്റ് ഓഫ് ഹീറ്റ് ഇൻപുട്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രീ ഹീറ്റിന്റെ മിനിമം എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ പ്രീ ഹീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഫർണസ് പ്രീ ഹീറ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ അല്ലെ. ഫർണസ് പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഫർണസ് പ്രീ ഹീറ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ ഓപ്ഷൻ എ ഫുൾ, ഓപ്ഷൻ ബി ലോക്കൽ, ഓപ്ഷൻ സി ഇൻഡയറക്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഫർണസ് പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ, ഫർണസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രീ ഹീറ്റിംഗ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ഫുൾ, ഓപ്ഷൻ A. എന്തോ ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്, ഫുള്ള് പറഞ്ഞിട്ടുണ്ട് ഒരാള്. ഓപ്ഷൻ ബി ലോക്കൽ, ഓപ്ഷൻ സി ഇൻഡയറക്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അപ്പൊ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫർണസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രീ ഹീറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് എവിടെയാണ്, അല്ലെ ഏത് തരം പ്രീ ഹീറ്റിംഗിനാണ്? അതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണെന്ത്, ഫുൾ പ്രീ ഹീറ്റിംഗിനാണ് ഫർണസ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഫുൾ പ്രീ ഹീറ്റിംഗിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ വെൽഡിനെ നമ്മൾ ഫർണസിനുള്ളിൽ വെച്ചുകൊണ്ട് ഫുൾ ആയിട്ട് അതിനെ ഹീറ്റ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് ഫുൾ പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ഫുൾ പ്രീ ഹീറ്റിംഗ് ഈസ് ദ ഫർണസ് പ്രീ ഹീറ്റിംഗ് യൂസ്ഡ്. അടുത്തത് എന്താണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ലോക്കൽ പ്രീ ഹീറ്റിംഗ് ഈസ് ഡൺ ബൈ. അപ്പൊ ലോക്കൽ പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ കോയിൽസ് ഉപയോഗിച്ചുകൊണ്ട്, ഓപ്ഷൻ ബി തെർമോ കപ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഓപ്ഷൻ സി ബ്ലോ പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട്, ഓപ്ഷൻ ഡി ഫർണസിൽ ഉപയോഗിച്ചുകൊണ്ട്. 15ാമത്തെ ക്വസ്റ്റ്യൻ ലോക്കൽ പ്രീ ഹീറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ബ്ലോ പൈപ്പ്, കോയിലുകൾ, തെർമോ കപ്പിൾസ്, അതുപോലെ തന്നെ ഫർണസ്. Option C. ഓപ്ഷൻ സി ബ്ലോ പൈപ്പ് ഒരാൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണെന്ന് ചെക്ക് ചെയ്യാം. ബ്ലോ പൈപ്പ് ആണ് ആകെയുള്ള ആൻസർ പറഞ്ഞത്. ഓപ്ഷൻ സി ബ്ലോ പൈപ്പ്. അപ്പൊ ലോക്കൽ പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഏതാണോ വെൽഡ് ചെയ്യാൻ പോകുന്ന ഭാഗം ആ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ഹീറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു ക്രാക്ക് ഉണ്ടല്ലേ, ആ ക്രാക്കിൽ വെൽഡ് ചെയ്യാനായിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മാത്രം ഹീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ലോക്കൽ പ്രീ ഹീറ്റിംഗ് ഉപയോഗിച്ചാൽ മതി. ഇനി ഇപ്പൊ ഒരു എൻ്റയർ ഒരു പാർട്ട് മൊത്തത്തിൽ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫുൾ പ്രീ ഹീറ്റിങ്ങിലോട്ട് പോവാം അല്ലെ. അപ്പൊ ലോക്കലി ചെയ്യേണ്ട ആവശ്യം അവിടെ പറ്റത്തില്ല, മൊത്തത്തിൽ ഹീറ്റ് ചെയ്ത് വരത്തുള്ളൂ. അപ്പൊ അതാണ് എന്ത് നമ്മൾ ഫുൾ പ്രീ ഹീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോക്കൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയാണോ വെൽഡ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം, ഇപ്പോൾ ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ ആ ക്രാക്കിൽ മാത്രം ഹീറ്റ് ചെയ്തുകൊണ്ട് ആ ക്രാക്കിനെ വെൽഡ് ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് ലോക്കൽ പ്രീ ഹീറ്റിംഗ്. അത് ചെയ്യാനായിട്ട് നമുക്ക് കോയിൽ ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ടാണ്. കാരണം കോയിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഏരിയ കൂടുതലാണ്. തെർമോകപ്പിൾ എന്ന് പറയുമ്പോൾ അത് ഹീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതല്ല, ഹീറ്റ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഫർണസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഫുൾ പ്രീ ഹീറ്റിംഗിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് ബ്ലോ പൈപ്പ് അല്ലെ, ഓക്സി അസിഡിൻ ഗ്യാസോ അല്ലെ LPG ഡയറക്റ്റ് ഇട്ട് എന്ത് ചെയ്യാം, നമുക്ക്
ബേൺ ചെയ്തിട്ട് അതിന്റെ ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഹീറ്റിംഗ് ചെയ്യുമ്പോൾ ബ്ലോ പൈപ്പ് ഉപയോഗിക്കുക. അവിടെ നമുക്ക് എവിടെയാണോ ഹീറ്റ് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റ് മാത്രമായിട്ട് ലോക്കലി ഹീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞ സി ആണ് ആൻസർ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ പ്ലെയിൻ കാർബൺ സ്റ്റീൽസ് ദ ജോയിന്റ് ഈസ് ഹീറ്റഡ് ഫ്രം ഡാഷ് ഡിഗ്രി സെൽഷ്യസ് ഫോർ പോസ്റ്റ് ജനറൽ പോസ്റ്റ് ഹീറ്റിംഗ്. അപ്പം പൊതുവെ ഉള്ള അഥവാ ജനറലി ഉള്ള പോസ്റ്റ് ഹീറ്റിങ്ങിന് പ്ലെയിൻ കാർബൺ സ്റ്റീലുകൾക്ക് ഡാഷ് ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ. ഓപ്ഷൻ എ 150-200, ഓപ്ഷൻ ബി 200 to 400 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 100-300 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 150-450 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ സി പറയുന്നുണ്ട് അല്ലേ? നമുക്ക് നോക്കാം ആൻസർ. ഓപ്ഷൻ സി പറയുമ്പോൾ ബാക്കിയുള്ളവരോട് നോക്കിയോട്ടോ, എല്ലാവരും നോക്കിയോ, ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പം വേറെ ആൻസർ ഒന്നും ആരും പറയുന്നില്ല. ഓക്കെ, അപ്പം ശ്രദ്ധിക്കാത്ത ഏരിയ ആണോ അതോ ഇനി നിങ്ങൾക്ക് അറിയാവുന്നിട്ട് പറയാത്തതെന്ന് അറിയില്ല. എന്തായാലും ഓപ്ഷൻ സി 100 to 300 ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ സി തന്നെയാണ് അതിന്റെ ആൻസർ. അപ്പൊ പ്ലെയിൻ കാർബൺ സ്റ്റീലുകളെ നമ്മൾ പോസ്റ്റ് ഹീറ്റ് ജനറലി ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് 100 മുതൽ 300 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്ത് ചെയ്യേണ്ടത്, പോസ്റ്റ് ഹീറ്റ് ചെയ്യേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ആൻസർ. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹീറ്റിംഗ് ഓഫ് എ വെൽഡഡ് ജോബ് ആഫ്റ്റർ വെൽഡിംഗ് ഈസ് നോൺ ആസ്. അല്ലെ, വെൽഡിംഗ് ചെയ്ത ശേഷം നമ്മളൊരു വെൽഡഡ് ജോബിനെ ഹീറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ പോസ്റ്റ് ഹീറ്റിംഗ്, ഓപ്ഷൻ ബി PWST, ഓപ്ഷൻ സി സ്ട്രെസ് റിലീവിംഗ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. വെൽഡിംഗ് ചെയ്ത ശേഷം അഥവാ വെൽഡഡ് ജോബിനെ നമ്മൾ വെൽഡിങ്ങിന് ശേഷം ഹീറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് പറയുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അപ്പം വെൽഡഡ് ജോബിനെ വെൽഡിങ്ങിന് ശേഷം ഹീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേര് ഓപ്ഷൻ എ പോസ്റ്റ് ഹീറ്റിംഗ്. അപ്പൊ പോസ്റ്റ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഈ പറഞ്ഞ ഡെഫിനേഷൻ കറക്റ്റ് ആണ് അല്ലേ? വെൽഡ് ചെയ്ത ശേഷം നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? പോസ്റ്റ് ഹീറ്റിംഗ്. വെൽഡിങ്ങിന് മുന്നേ ഹീറ്റ് ചെയ്തതിന് എന്ത് പറയുന്നു? പ്രീ ഹീറ്റിംഗ്. ഓക്കെ, അപ്പം പോസ്റ്റ് ഹീറ്റിംഗും പ്രീ ഹീറ്റിംഗും ഓക്കെയാണ്. ഇനി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇനി എന്ന് പറയുമ്പോഴത്തേക്ക് PWST. PWST എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് വെൽഡ് ഹീറ്റ് ട്രീറ്റ്മെന്റിന്റെ മറ്റൊരു പേര് തന്നെയാണ്. PWSTയും ചിലപ്പോൾ എന്ത് ചെയ്യും പറയും. അപ്പൊ അതും ഇത് ഉദ്ദേശിക്കുന്നത് സെയിം തന്നെയാണ്. പിന്നെ വരുന്നതാണ് എന്ത്? സ്ട്രെസ് റിലീവിങ്. സ്ട്രെസ് റിലീവിങ് എന്ന് പറയുന്നതും ശരിക്കും എന്താണ്? നമ്മളുടെ പോസ്റ്റ് വെൽഡ് ഹീറ്റ് ട്രീറ്റ്മെന്റിന്റെ അഥവാ പോസ്റ്റ് ഹീറ്റിങ്ങിന്റെ മറ്റൊരു പേരാണ്. കാരണം നമ്മൾ വെൽഡിങ് കൊണ്ടിട്ട് ധാരാളം തരത്തിലുള്ള ഹീറ്റ് ഈ ഒരു ജോയിന്റിന് എപ്പോഴും സംഭവിക്കും, അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്ന കോമ്പണന്റിന് വരും. അപ്പൊ ആ ഒരു മെറ്റീരിയലിന് അതുവഴി ധാരാളം ഡിസ്റ്റോർഷൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഡിസ്റ്റോർഷൻ പ്രോപ്പറായിട്ട് നടക്കാനുള്ള അത്രയും ഫ്ലെക്സിബിലിറ്റി ആ ജോയിന്റിന് ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? സ്ട്രെസ് ബിൽഡ് ആവും. അപ്പൊ ആ സ്ട്രെസ് അവിടെ നിലനിൽക്കുമ്പോൾ അത് പതിയെ എന്ത് ചെയ്യും? അത് സ്ട്രെസ് ഹാർഡനിങ് സംഭവിച്ച് ക്രാക്കിനുള്ള ചാൻസിലോട്ട് എത്തും. അപ്പൊ ഇതൊക്കെ സംഭവിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആ സ്ട്രെസ്സിനെ അവിടെ നിന്ന് റിലീവ് ചെയ്യണം. റിലീവ് ചെയ്യണേ എന്ത് ചെയ്യണം? ആ ഹീറ്റ് കൊണ്ടുണ്ടാക്കിയ എഫക്റ്റിന് മാറ്റാനായിട്ട് ഒരു അനീലിംഗ് നോർമലൈസിങ് രീതിയിൽ ഒന്നുകൂടെ എന്ത് ചെയ്യണം? അതിനെ ഹീറ്റ് ചെയ്തുകൊണ്ട് അതിനെ കുറച്ച് നമ്മൾ ടൈം കൊടുത്ത് സ്ട്രക്ചറൊക്കെ ഒന്ന് റീഅറേഞ്ച് ആവാനായിട്ട് കൊടുക്കണം. അപ്പം ഇതിനെയാണ് സ്ട്രെസ് റിലീവിംഗ് എന്ന് പറയുന്നത്. അപ്പൊ SR എന്നും പറയാറുണ്ട് അല്ലെ? അപ്പം പോസ്റ്റ് ഹീറ്റിങ്ങും PWSTയും സ്ട്രെസ് റിലീവിങ്ങും എല്ലാം ഒരേ കാര്യം തന്നെയാണ്. അപ്പം വെൽഡഡ് ജോബിനെ വെൽഡിങ്ങിന് ശേഷം ഹീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറഞ്ഞ പേരാണത് ഈ പറയുന്ന എല്ലാ പേരുകളും. ഓക്കെ, 17ന്റെ ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. വെരി ഗുഡ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ടെമ്പറേച്ചർ ഓഫ് ദ പ്രീഹീറ്റഡ് ജോബ് ക്യാൻ ബി ചെക്ഡ് ബൈ. അല്ലെ, പ്രീഹീറ്റഡ് ആയിട്ടുള്ള ജോബിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? പ്രീഹീറ്റഡ് ആയിട്ടുള്ള ജോബിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ തെർമോമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം, ഓപ്ഷൻ ബി പൈറോമീറ്റർ ഉപയോഗിക്കാം, ഓപ്ഷൻ സി വാക്സ് ക്രയോൺസ് ഉപയോഗിക്കാം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഒരാൾ പറയുന്നുണ്ട്, ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി മാത്രമേ ആൻസർ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, വേറെ ആരൊന്നും പറയുന്നില്ല. ഓക്കെ,
18ാമത്തെ ക്വസ്റ്റിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി തന്നെയാണ്. അപ്പോൾ വാക്സ് ക്രയോണുകൾ പലതരത്തിലുണ്ട് അല്ലെ, 300 ഡിഗ്രിയുടെ, 150, 200, 500 ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് ടെമ്പറേച്ചറിലാണോ നമ്മൾ പോസ്റ്റ് ഹീറ്റ് ചെയ്യുക അല്ലെ പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ ആയെന്ന് അറിയാൻ ചെയ്യണം. നമ്മൾ ആദ്യം ഈ ക്രയോൺ വെച്ചിട്ട് നിന്ന് വരയ്ക്കണം. വരച്ച ശേഷം കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക അല്ലെ, പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ പറയുന്ന 50 ഡിഗ്രി ഉള്ളപ്പോഴായിരിക്കും നമ്മൾ വരച്ചത് നമ്മളൊരു 200ന്റെ ആയിരിക്കും ക്രയോൺ. അപ്പൊ 50, 100, 150, 200 ഡിഗ്രി എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും, നമ്മൾ ക്രയോൺ വെച്ച് വരച്ച വര അവിടുന്ന് ഡിസപ്പിയർ ആയി പോകും അല്ലെ. ആ ഒരു ഡിസപ്പിയർ ആയി പോകുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, 200 ഡിഗ്രി എത്തി. ഇനി 300ന്റെ ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ തന്നെ അപ്പോഴും വര കാണും. അത് 300 ഡിഗ്രി എത്തുമ്പോൾ ഡിസപ്പിയർ ആയി പോകും. അപ്പൊ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ ഈ ഒരു മെറ്റലിന് ആയോട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ വാക്സ് ക്രയോൺസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രീഹീറ്റഡ് ജോബുകളുടെ ടെമ്പറേച്ചറിനെ ചെക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അപ്പം 18ാമത്തെ ക്വസ്റ്റ്യനോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.